എപ്പോഴും നമ്മളോട് കൂടെ ഇരിക്കാൻ, എപ്പോഴും നമ്മളെ നടത്തുവാൻ, നമുക്ക് ബുദ്ധി ഉപദേശിച്ച് തരുവാൻ, വരുവാനുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുവാൻ, അതിനുവേണ്ടിയാണ് കാര്യസ്ഥനെ അയച്ചിരിക്കുന്നത്. ആർക്ക് ലഭിക്കും? ചിലർക്കുണ്ട് ഈ പരിശുദ്ധന്മാർക്ക് ഈ പരിശുദ്ധാത്മാവിനെ ലഭിക്കും. അങ്ങനെയല്ല. ആർക്ക് വിശുദ്ധമായി ജീവിക്കാൻ ആഗ്രഹമുണ്ട്, വിശുദ്ധന്മാർക്കല്ല പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത്. ആർക്ക് വിശുദ്ധമായി ജീവിക്കാൻ ആഗ്രഹമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 7:37 മുതൽ 39 വരെ വായിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷം 7:37 മുതൽ 39 വരെ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. ഇവിടെ ഒന്നാമത്തെ കണ്ടീഷൻ ദാഹിക്കുന്നവർക്ക്. കർത്താവ് പറയുന്നത് ദാഹിക്കുന്നവർ, ദാഹമുള്ളവർക്കാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നൽകുന്നത്. ഉദാഹരണമായി നിങ്ങൾ ഇവിടെ പാർക്കാണെന്ന് വിചാരിച്ചാട്ടെ, നിങ്ങൾക്ക് നല്ല ദാഹമുണ്ടായി, രാത്രിയിൽ നല്ല ദാഹമുണ്ടായി. അവിടെ കോതമംഗലത്ത് ആ ബസ് സ്റ്റാൻഡിൻ്റെ അപ്പുറത്ത് വെള്ളമുണ്ടെന്ന് അറിഞ്ഞു. ഇവിടെ എങ്ങും വെള്ളമില്ല. നിങ്ങൾ സാധാരണ ദാഹമേ ഉള്ളെങ്കിൽ നിങ്ങൾ സാരമില്ല, നാളെ പോയി കുടിക്കാം. എന്നാൽ നല്ല ദാഹമുണ്ടെങ്കിൽ രാത്രിയാണെങ്കിലും നിങ്ങളുടെ കാലിന് ഏതെങ്കിലും കേട് പറ്റിയിട്ടുണ്ടെങ്കിലും തളന്തി നടന്ന് അവിടെ ചെന്ന് വെള്ളം കുടിക്കും. അവിടെ ചെല്ലുമ്പോൾ വെള്ളം കുടിക്കും. ഇത് പെന്തക്കോസുകാരുടെ, ഇത് കുടിക്കരുതെന്ന് പറയും. അപ്പോൾ പറയും, പെന്തക്കോസുകാരുടെ ഒന്നും എനിക്ക് നോട്ടമല്ല, എനിക്ക് ദാഹം വരുന്നു, ഇത് വെള്ളമാണ്, എനിക്ക് വേണമെന്ന് പറഞ്ഞ് കുടിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ദൈവം നൽകുന്നത് ദാഹമുള്ളവർക്ക്. ഒന്നാമത്തെ കണ്ടീഷൻ, ദൈവമേ എനിക്ക് നിന്റെ ആത്മാവിനെ വേണം എന്നുള്ള ദാഹം. രണ്ടാമത് ലൂക്കോസ് 11:9 മുതൽ 13 വരെ വായിച്ചാൽ, ലൂക്കോസ് 11:9 മുതൽ 13 വരെ. രണ്ടാമത്തെ കണ്ടീഷൻ, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്നവന് അവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും. ഹല്ലേലൂയ. ഒന്ന്, ദാഹം ഉണ്ടാകണം. രണ്ട്, എൻ്റെ പിതാവേ എനിക്ക് നിന്റെ ആത്മാവ്. നമ്മുടെ ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് മുട്ടുവാനോ അല്ലെങ്കിൽ കരയുവാനോ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നില്ല. പരിശുദ്ധാത്മാവിന് വേണ്ടി പറയുന്നു, യാചിക്കുക. കർത്താവേ എനിക്ക് നിന്റെ ആത്മാവിനെ തരണം. ഇന്ന് ആത്മറോ പ്രാപിക്കാത്ത ആരെങ്കിലും അല്പം കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. അപ്പോൾ ആത്മറോ പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കർത്താവ് സഹായിക്കും. അതുകൊണ്ടാണ് ഈ വചനം പഠിപ്പിക്കുന്നത്. ഒന്ന്, ദാഹം ഉണ്ടായിരിക്കണം. രണ്ട്, യാചിക്കുക. മൂന്ന്, അപ്പോസ്തല പ്രവൃത്തി 5:32 വായിച്ചാൽ, അപ്പോസ്തല പ്രവൃത്തി 5:32. ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നെന്ന് ഉത്തരം പറഞ്ഞു. ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ് സാക്ഷിയാകുന്നു. ഹല്ലേലൂയ. കർത്താവേ നീ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിപ്പാൻ ഒരുക്കമാണ്. കർത്താവേ. അപ്പോൾ 3 കണ്ടീഷൻ. ഒന്ന്, കർത്താവിനോട് ദാഹം, പരിശുദ്ധാത്മാവിനുള്ള ദാഹം. 2, യാചിക്കുക. 3, കർത്താവ് പറയുന്നതെല്ലാം ചെയ്യാൻ ഒരുക്കം. അങ്ങനെയുള്ളവർക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ നൽകും. ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്താണ് നടക്കുന്നത് എനിക്കറിയാമെങ്കിലും പെട്ടെന്നൊന്ന് വായിച്ചു പോകാം. കഴിഞ്ഞ ദിവസം നാം ആത്മതീനെ കുറിച്ച് പറഞ്ഞു. എന്നാൽ പെട്ടെന്ന് പ്രവൃത്തിയുടെ പുസ്തകം, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ 3 വരെ വായിച്ചാൽ. ആദ്യം, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്മേൽ പതിഞ്ഞു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ. ഇന്ന് പകലും അനേകരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങുവാനിടയായി. കർത്താവിന് സ്തോത്രം. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആദ്യം അന്യഭാഷയല്ല, ആദ്യം അഗ്നിയാണ് വരുന്നത്. ഇന്ന് പലർക്കും അന്യഭാഷ കിട്ടും. അതൊന്നും സ്വർഗത്തിൽ നിന്നുള്ളതല്ല.
ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് സ്പിരിറ്റുകളുണ്ട്. അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. അന്യഭാഷ നിങ്ങളിപ്പോൾ ഈ അന്യഭാഷ ഈ റോക്ക് ആൻഡ് റോൾ കഴിക്കുന്നവരും കുറച്ചു നേരം അടിച്ചു കഴിഞ്ഞ് ടപ്പ കഴിക്കുന്നുണ്ട്. അതുപോലെ ഹിന്ദു ക്ഷേത്രത്തിലും ഇങ്ങനെ പടപടപടാന്നുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം പഞ്ചാബിലൊരു സ്ഥലത്തൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു സിഖ് ക്ഷേത്രത്തിൽ നിന്ന് അന്യഭാഷ വരും. ഞാൻ വണ്ടി നിർത്തി അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവർ 100-400 പേര് ആടി അന്യഭാഷ പറയുക. അന്യഭാഷ. അപ്പൊ ഈ അന്യഭാഷയല്ല നമ്മുടെ അടയാളം. ആദ്യമേ അഗ്നി ഇറങ്ങി ശുദ്ധീകരണം നടക്കണം. പരിശുദ്ധാത്മാവാകുന്ന അഗ്നി നമ്മളിലേക്ക് ഇറങ്ങണം. അഗ്നി ഇറങ്ങി. ഇന്ന് രാവിലെ അതിനെക്കുറിച്ച് പഠിപ്പിക്കുവാനും അനേകര് അഗ്നി എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി എന്നുള്ള വിഷയങ്ങളെക്കുറിച്ച് ഇന്ന് രാവിലെ ചിന്തിക്കുവാൻ ഇടയായതുകൊണ്ട് അത് വീണ്ടും എടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ധ്യാനത്തിങ്കൽ തീ കത്തി. യെരമ്യാ പറയുമ്പോൾ എൻ്റെ അസ്ഥിക്കുള്ളിലേക്ക് ദൈവത്തിൻ്റെ തീ കടക്കുവാനിടയായി. അത് കഴിഞ്ഞിട്ട് 104-ാം സങ്കീർത്തനം നാം വായിക്കുന്നു, അവൻ നമ്മളെ അഗ്നി പന്തങ്ങളാക്കി തീർക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ആദ്യമേ അഗ്നി. ഇനി അതിന്റെ 4-ാം വാക്യം, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ആത്മാവ് ഉച്ചരിക്കാൻ നൽകിയതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അന്യഭാഷകൾ സംസാരിക്കുന്നു, ദൈവത്തോട് സംസാരിക്കുന്നു, തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. ഈ അന്യഭാഷ എങ്ങനെയാ വരുന്നത്? എസെക്കിയേൽ പ്രവചനം 47-ാം അധ്യായം അതിന്റെ 3 മുതൽ 5 വരെ ഒന്ന് വായിച്ചാട്ട് ഈ അന്യഭാഷ എങ്ങനെയാ വരുന്നത്? എസെക്കിയേൽ പ്രവചനം 47-ന്റെ 3 മുതൽ 5 വരെ. എസെക്കിയേൽ ചാപ്റ്റർ 47 വേഴ്സ് 3-5. ആ പുരുഷൻ കയ്യിൽ ചരണുമായി കിഴക്കോട്ട് നടന്നു, 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി, വെള്ളം നരിയാണിയോളവുമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി, വെള്ളം മുട്ടോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, എന്നെ കടക്കുമാറാക്കി, വെള്ളം അരയോളമായി. പിന്നെയും 1000 മുഴം അളന്നു, അതെനിക്ക് കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി. വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി തീർന്നു. ഇവിടെ പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തെ നദിയായി, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഇടയ്ക്കിടയ്ക്കായി നദി സങ്കീർത്തനത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തെ കാണിക്കുന്നതാണ്. യഹോവയുടെ ആലയത്തിൽ നിന്ന് നദി ഒഴുകി വരികയാണ്. ആദ്യം 1000 മുഴം അളന്നപ്പോൾ നരിയാണിയോളമായി.